പരമേശ്വരി സദാശിവസമാരംഭാ മധ്യമ സംഗാചാര്യം ദക്ഷിണാമുഖേ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബൃഹദാരണ്യം തൃതീയ അധ്യായം. അജ്ഞാനാദിത്രയം പ്രത്യേക ആഭാസമിത്യവീശ്വരി ജ്ഞാനവത് ജ്ഞാനസംഭൂതേ നൈവ പ്രാഗ് അഭ്യുപീയത്തെ. അജ്ഞാനം മിഥ്യാജ്ഞാനം സംശയജ്ഞാനം ഇത്രയും ജ്ഞാനവത് ചൈതന്യാനുവിദ്ധമവി പ്രാജ്ഞാനോത്പത്തി സഹേതു ബന്ധധ്വംസ ഹേതുന ഇഷ്യത്തെ. തസ്യ ചൈതന്യാകാര ഭക്തി വിപരീത പ്രഥഹേതുത്വേന വ്യസ്ത്വനിസ്വാരിത്വ അഭാവ. അജ്ഞാനം മിഥ്യാജ്ഞാനം സംശയജ്ഞാനം എല്ലാം ജ്ഞാനവത് ചൈതന്യാനുവിദ്ധം. അജ്ഞാനാദികളും ജ്ഞാനത്തെ പോലാണ്, ചൈതന്യാഭാസം തന്നെ. ചൈതന്യാഭാസം എന്നുള്ളതിലേക്ക് ജ്ഞാനത്തിനും അജ്ഞാനത്തിനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്നാലൊരു വ്യത്യാസമുണ്ട്. എല്ലാം ചൈതന്യാഭാസമാണെങ്കിൽ പിന്നെ അതെല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും വരും. ധർമ്മം അധർമ്മം, നീതി അനീതി, എല്ലാം ചൈതന്യാഭാസമാണ്. ഇവിടെ ചൈതന്യാഭാസമല്ലാത്ത ഒന്നുമില്ല. അങ്ങനെയാണെങ്കിലും അപ്പോൾ എല്ലാത്തിനും ഒരുപോലെ സ്വീകരിക്കണമോ? എല്ലാം ചൈതന്യാഭാസം. നമുക്ക് അധർമ്മമാകാം ധർമ്മമാകാം, നീതിയുമാകാം അനീതിയുമാകാം. അങ്ങനെ വരുമോ? കാരണം ഇവിടെ പറയുന്നത് എന്താണ്? ജഗദാത്മാ, ആത്മാ ജഗത് സ്വരൂപമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധി എങ്ങനെ പറഞ്ഞു? ഹേയം ഉപാധേയം എന്നുള്ള ബുദ്ധി എങ്ങനെ വരും? അതാവശ്യമാണ്. വ്യവഹാരത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ അതാവശ്യമാണ്. ഇന്നത് ഗ്രാഹ്യമാണ്, ഇന്നത് ത്യാജ്യമാണ്, ഇന്നത് ഉപേക്ഷിക്കേണ്ടതാണ്, ഇന്നത് സ്വീകരിക്കേണ്ടതാണ്. ആ ബുദ്ധി ഹാന ഉപാധേയ ബുദ്ധിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും വ്യാവഹാരികമായി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇതെല്ലാം ബ്രഹ്മമാണ് എന്നുള്ള ബ്രഹ്മബുദ്ധിയിലാണ് അവിടെ. അതുകൊണ്ട് എനിക്ക് ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധിയില്ല എന്ന് വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വിഷവും ഭക്ഷിക്കണം,
അമേദ്യം ഭക്ഷിക്കണം. അതൊന്നും സാധിക്കുന്നില്ലല്ലോ. അവിടെ എന്തിനാ ഇത് വേണ്ട, ഇത് അഭക്ഷ്യമാണ്, ഇത് ഭക്ഷണയോഗ്യമല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു. തത്വജ്ഞാനിയുടെ കാര്യം പറയണം. ചില സിദ്ധന്മാർ ചിലപ്പോൾ അതൊക്കെ ഭക്ഷിച്ചെന്നിരിക്കും, ചില മജീഷ്യന്മാർ ഭക്ഷിച്ചെന്നിരിക്കും. അതുപോട്ടെ. ഇവിടെ പറയുന്ന തത്വജ്ഞാനിയുടെ കാര്യമാണ്. മറ്റുള്ളവരെയൊക്കെ വിടുക. തത്വജ്ഞാനിയാണല്ലോ പറയുന്നത് എന്താണ്? ജഗതാത്മരൂപം, ജഗത്സ്വരൂപമാണ്. അത് പറഞ്ഞിട്ട് വീണ്ടും എന്താണ് അവിടെ ഗ്രാഹ്യത്യാജ്യ ബുദ്ധി വയ്ക്കുന്നത്? വിഷം അത് അഭക്ഷ്യമാണ്, ഉപേക്ഷിക്കുന്നു. അമൃതം ഭക്ഷ്യമാണ്, സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ അതുപോലെയുള്ള വസ്തുക്കൾ. തത്വജ്ഞാനിയാണ്, അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ പാറയാ ഭക്ഷിക്കുന്നു. ദഹിക്കുമോ? ദഹിക്കത്തില്ല. എന്തുകൊണ്ട്? പാറയും ബ്രഹ്മമാണ്, ഭക്ഷിച്ചാലെന്താ? അത് പറ്റുന്നില്ലല്ലോ. അപ്പൊ ജഗതാത്മഭാവം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഇതെന്തുകൊണ്ട് വരുന്നു? ഗ്രാഹ്യത്യാജ്യ ബുദ്ധി അതെന്തുകൊണ്ട് ഇല്ലാതാകുന്നില്ല? വ്യവഹാരത്തിന്റെ കാര്യം പറയുകയാണ്. അപ്പൊ അവിടെ ഹേയ ഉപാദേയങ്ങളുണ്ട്, ഗ്രാഹ്യ ത്യാജ്യങ്ങളുണ്ട്. അതുപോലെ ഇവിടെയും തത്വജ്ഞാനത്തിലുമുണ്ടത്. എല്ലാം ബ്രഹ്മമാണെങ്കിലും അതാണ് അടുത്ത് പറയുന്നു. ജ്ഞാനവത് ചൈതന്യ അനുവിദ്ധമപി പറയുന്നു. ജ്ഞാനത്തെ പോലെ അജ്ഞാനവും ചൈതന്യാനുവിദ്ധമാണ്. അതിനെയും ചൈതന്യത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല ആത്യന്തികമായി. അതും അതിന്റെ ഒരു ആഭാസം തന്നെയാണ്. അതിന് മൂന്നർത്ഥം പറഞ്ഞു. അജ്ഞാന അവിദ്യയ്ക്ക് മൂന്നർത്ഥം പറഞ്ഞു. ആദ്യത്തെ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ജ്ഞാനാഭാവം, അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത് വ്യക്തമാക്കിയതാണ്. അഭാവം എന്ന് പറയുമ്പോൾ അധികരണം തന്നെ. ജ്ഞാനാഭാവം പറയുന്നു, എനിക്ക് അറിവില്ല, ഞാൻ ആത്മാവാണെന്നുള്ള അറിവില്ല. ആർക്കില്ല? എനിക്ക്. നീ ആരാണ്? ഞാൻ ആത്മസ്വരൂപം തന്നെ. അപ്പൊ എന്നിൽ അറിവില്ലായ്മയുണ്ട്. അറിവില്ലായ്മ എന്നിലാണ്. അറിവില്ലായ്മ എന്നിലാണ്. അത് ഞാനാകുന്ന അധികരണ സ്വരൂപം തന്നെ, ആത്മസ്വരൂപം തന്നെ. ഇനി പറയുന്നു, എനിക്ക് ദേഹാത്മബോധമുണ്ട്. അവിടെയും അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ബോധം, ദേഹാത്മബോധം. ബോധം എന്ന് പറഞ്ഞാൽ ചൈതന്യമല്ലേ. അതുകൊണ്ട് ഇതെല്ലാം ചൈതന്യം തന്നെ, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചൈതന്യത്തിന്. അതുകൊണ്ടാണ് ഇതിന് ചൈതന്യാഭാസം എന്ന് പറയുന്നത്. എന്നാലും ഇവിടെ ഗ്രാഹ്യമായതുകൊണ്ട് ത്യാജ്യമായതുകൊണ്ട് എല്ലാം ബ്രഹ്മം തന്നെ. അതുകൊണ്ട് തത്വജ്ഞാനി കല്ലൊന്നും ഭക്ഷിക്കത്തില്ല. ഗ്രാഹ്യമായത് അവിടെ സ്വീകരിക്കുന്നു, ത്യാജ്യമായതിന് ഉപേക്ഷിക്കുന്നു. ഇവിടെ എന്താ ത്യാജ്യമായത്? അജ്ഞാനം, സംശയം, വിപര്യം. ത്യാജ്യമാണ്. അത് ഇല്ലാതാകേണ്ടതാണ്, നശിക്കേണ്ടതാണ്. ഗ്രാഹ്യമായിരിക്കുന്നത് ജ്ഞാനം. തസ്യ ചൈതന്യാകാര ഭക്ത്വേവി വ്യാവിദ്യ എന്ന് പറയുന്നത് അതും ചൈതന്യാകാരം, ചൈതന്യരൂപം തന്നെ. എല്ലാം ചൈതന്യരൂപത്തിൽ അവിടെ അനുഭവപ്പെടും. ചൈതന്യത്തെ വിട്ടൊന്നിന്റെ അനുഭവമില്ല. അങ്ങനെ ഉണ്ടെങ്കിലും വിപരീത പ്രധാഹേതുത്വേന, പക്ഷെ അത് വിപരീത ബുദ്ധി ഉണ്ടാക്കുന്നു. ഈ അജ്ഞാനം എന്ന് പറയുന്നത് വിപരീത ബുദ്ധി ഉണ്ടാക്കുന്നു എന്നും പറയാം, വിപരീത ബുദ്ധിയുടെ രൂപത്തിലാണെന്നും പറയാം.
വിപരീത ബുദ്ധിക്കത് ഹേതുവാകുന്ന എങ്ങനെ? ഞാൻ എന്നെക്കുറിച്ച് അറിയാതിരിക്കുന്നു. എന്റെ പരമാർത്ഥ സ്വരൂപം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധം ഉണ്ടാകുന്നു. ഈ പ്രപഞ്ചത്തിൽ എനിക്ക് പരമാർത്ഥ ദൃഷ്ടിയില്ല. പ്രപഞ്ചത്തെ എനിക്ക് നാമരൂപാത്മകമായി ഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. നാമരൂപ ബ്രഹ്മം കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തിൽ നമ്മൾ സപ്രപഞ്ചം ബ്രഹ്മം, അങ്ങനെയൊന്നും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പം ഈ പ്രപഞ്ചം പ്രപഞ്ചം തന്നെ, അതിനപ്പുറം പ്രപഞ്ചത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ വയ്യ. അതാണ് വിപരീത പ്രഥ, വിപരീത ജ്ഞാനം. അതിനത് ഹേതുവായിരിക്കുന്നു. അതുകൊണ്ട് വസ്തു അനിസ്വാരത്വ അഭാവ, ഈ ബോധം എന്റെ ബോധമില്ലായ്മയോ അല്ലെങ്കിൽ എന്റെ ദേഹബോധമോ ഇതൊന്നും വസ്തു അനുസാരിയല്ല, പരമാർത്ഥത്തിനനുസരിച്ചല്ല ആ ബോധം. അതുകൊണ്ട് അവിടെ എന്ത് വേണം? എനിക്ക് പരമാർത്ഥ ബോധത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ആ പരമാർത്ഥ ബോധത്തെ ആശ്രയിച്ചിട്ട് ഈ അജ്ഞാനാദി ദോഷങ്ങളെ നിരാകരിക്കേണ്ടി വരുന്നു. അപ്പോൾ അത് പരമാർത്ഥ ബോധം ഗ്രാഹ്യമായിരിക്കുന്നു തത്വജ്ഞാനം, അജ്ഞാനാദി ദോഷങ്ങൾ ത്യാജ്യമായിരിക്കുന്നു. അവിടെ തുടങ്ങുന്ന ആ ഗ്രാഹ്യത്യാജ്യ ബുദ്ധി സർവത്ര സർവപ്രപഞ്ച വ്യവഹാരങ്ങളിലും തത്വജ്ഞൻ ഗ്രാഹ്യത്യാജ്യ ബുദ്ധിയോടുകൂടി തന്നെയാണ്. കാരണം അടിസ്ഥാനമായി അത് തന്നെയാണ്. അജ്ഞാനത്തെ തിരസ്കരിച്ചിരിക്കുന്നു, ജ്ഞാനത്തെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അയാളുടെ ഭൗതികമായ വിവേകമൊന്നും നഷ്ടപ്പെടുന്നില്ല. ഒരാള് പാറക്കഷ്ണം ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ അമേദ്യം ഭക്ഷിക്കുന്നു, ഇതൊന്നും അദ്വൈത ബോധത്തിന്റെ തെളിവല്ല. ബുദ്ധിഭ്രമം സംഭവിച്ചാൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും മാനസിക സിദ്ധികളുടെ ഫലമായി അതൊക്കെ കാണിക്കാം. അദ്വൈത ബോധത്തിന്റെ അളവ് പോലല്ല അത്. എന്തുകൊണ്ട്? അദ്വൈത ബോധത്തിൽ വിവേകം നഷ്ടപ്പെടുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് അദ്വൈത ബോധമുള്ളവരും ലോകസംഗ്രഹമായ പ്രവൃത്തികൾ ചെയ്യുന്നു, ഒരു ശിക്ഷാരക്ഷകൾ നടപ്പിലാക്കുന്നു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ശിക്ഷാരക്ഷകൾ നടപ്പിലാക്കേണ്ട ആവശ്യമില്ല. അധർമ്മ നിരാസവും ധർമ്മ സ്ഥാപനവും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അദ്വൈതമില്ല, രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അതിൻ്റെ ഒന്നും വ്യത്യാസമില്ല. അത് ആ വിവേകം അതിന്റെ തുടക്കം മുതലേ ഉണ്ട്. ജ്ഞാനങ്ങളിൽ നിന്നേ അതുണ്ട്. ശരീരപാദം വരെ ഇത് അദ്വൈത ബോധത്തിന്റെ വിശേഷതയാണ്. അദ്വൈത ബോധമുള്ളവർക്ക് അത് സാധ്യമാകും, അല്ലാത്തവർക്കത് സാധ്യമാകത്തില്ല. ഏതെങ്കിലും മനസ്സിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിലെത്തിപ്പെട്ടിട്ട് അവര് ഈ പ്രപഞ്ചത്തിൽ ധർമ്മബോധം പിടിച്ച് ഒക്കെ പ്രവർത്തിച്ചെന്നിരിക്കും. ഈ പ്രപഞ്ചത്തിന്റെ വ്യാവഹാരിക മര്യാദകളെയൊക്കെ ഉല്ലംഘിച്ചവർ പ്രവർത്തിച്ചെന്ന്, അതൊന്നും അദ്വൈത ബോധത്തിന്റെ അടയാളമാണ്. എന്തുകൊണ്ടിവിടെ ആ എല്ലാം പരമാർത്ഥമാണെങ്കിലും അജ്ഞാനം തത്വജ്ഞാനിയെ സംബന്ധിച്ച് ഗ്രാഹ്യമല്ല. തത്വജ്ഞാനമേ അവിടെ ഗ്രാഹ്യമായിരിക്കുന്നുള്ളൂ. പിന്നെ ആധ്യാത്മികത എന്ന് പറയുന്ന പലതരത്തിലുണ്ട്. അപ്പോൾ അതിൽ പല തരത്തിൽ പ്രവർത്തിക്കുന്നവരും പലതരത്തിൽ കാണപ്പെടുന്നവരുണ്ട്. അവിടെ പലതും കണ്ടെന്നിരിക്കും. ഇത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ലെന്നല്ല, അങ്ങനെ പലതും ഉണ്ടാകാം. സിദ്ധന്മാരും പലരും ഉണ്ടാകും. പക്ഷെ
അദ്വൈത ബോധം അതൊന്നുമില്ല. അദ്വൈതാചാര്യന്മാരതൊന്നും അംഗീകരിക്കുന്നില്ല. പിന്നെ ഒരു അദ്വൈത ബോധമുള്ള ഒരാൾ തന്നെ അങ്ങനെ വ്യവഹാര മര്യാദയെ ഉല്ലംഘിച്ച് കാണുന്നുണ്ടെങ്കിൽ അതയാളുടെ അദ്വൈത ബോധത്തിന്റെ മഹത്വമൊന്നുമല്ല. അതായത് അതിനെ അദ്വൈത ബോധമായിട്ട് കൂട്ടിച്ചേർക്കണ്ട. അതാ വ്യക്തിയുടെ എന്തോ അവശേഷിച്ച ഒരു ദുരധിഷ്ഠം, പാപം, അത് തന്നെ അതിനെ കണക്കാക്കാൻ പറ്റും. അത് അവശേഷിച്ചതുകൊണ്ട് അതങ്ങനെ അതിനാണ് പ്രാരബ്ധമെന്നും മറ്റും പറയും. അതിനും തത്വബോധമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ അതിന് കൊടുക്കുന്ന അംഗീകാരമല്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു കൂടായികയില്ല എന്ന് മാത്രം. അങ്ങനെ സംഭവിക്കണമെന്ന് നിയമമൊന്നുമില്ല. സംഭവിക്കാതിരുന്നാൽ നല്ല, സംഭവിച്ചാൽ അതിനൊരു സമാധാനമാണ് ഈ പറയുന്നത് ദുരധിഷ്ഠം, പാപം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? തത്വജ്ഞാനം, അതാണ് മുഖ്യം. ആ തത്വജ്ഞാനം കൊണ്ടുവരുന്ന അജ്ഞാനനാശം, അതാണ് മുഖ്യം. അല്ലാതെ കർമ്മമല്ല. അത് ബാഹ്യമായ കർമ്മമായാലും ശരി, ആന്തരികമായ കർമ്മമായാലും ശരി, അതല്ല. കർമാത കാരണം മുക്തേ ന കഥഞ്ചന യുജ്യതേ. കർമ്മത്തിന് ഏതെങ്കിലും ഒരു തരത്തിൽ മുക്തിയുമായി ബന്ധിപ്പിക്കാൻ, നേരിട്ട് ബന്ധിപ്പിക്കാൻ സാധ്യമേ അല്ല. അതെത്ര ശ്രേഷ്ഠമായ കർമ്മമായാലും ശരി, സ്ഥൂലമായ ബാഹ്യമായ കർമ്മങ്ങളായാലും ശരി, ആന്തരികമായ സൂക്ഷ്മമായ ഉപാസനകളും മറ്റുമായാലും ശരി, അത് ശരിയാകട്ടെ. സാക്ഷാത് അവിദ്യാ പ്രധ്വസ്തോ പാരമ്പര്യാത് യുജ്യതേ. നേരിട്ട് ബന്ധമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കർമ്മത്തിന് എപ്പോഴും ഒരു സാങ്കത്യമുള്ളത്, പ്രസക്തിയുള്ളത്. കർമ്മ അസംബന്ധമാണ്, അത് വേണ്ടെന്നൊന്നും പറയുന്നില്ല. അതിന് അധികാരികളായിട്ടുള്ളവർക്ക് അത് വേണം. കർമ്മം ത്യജിക്കാൻ അർഹതയില്ലാത്തവന് ത്യജിക്കാൻ പാടില്ലെന്ന് തന്നെ പറയും. കർമ്മം ചെയ്യാൻ കടപ്പെട്ടവനത് ചെയ്ത് തന്നെ തീരണം. അതിന് അദ്വൈതി എതിരല്ല. പക്ഷെ അതുകൊണ്ട് സാധിച്ചു കളയാമെന്ന് വിചാരിക്കരുത് നേരിട്ട്. പിന്നെന്തിനാ പരമ്പരയെ അത് സഹായിക്കുന്നു? അത് നമ്മൾ ഗീതയിലും മറ്റും ചർച്ച ചെയ്തതാണ്. പരമ്പരയായിട്ട് ആ കർമ്മം സഹായിക്കുന്നു. അതുകൊണ്ട് അദ്വൈതം എന്ന് കേട്ടുകഴിഞ്ഞാൽ തന്നെ ഉടൻ എന്താണ്, അത് കർമ്മവിരോധിയാണ് എന്നൊന്നുമില്ല. കാരണം അതിനെ അംഗീകരിക്കുന്നു. പല തരത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉപകാരകത്വം എന്നൊക്കെ പറയും മീമാംസകളുടെ ഭാഷ. അതിനടുത്ത് വരാൻ പറ്റില്ല, മുക്തിയുടെ അടുത്ത് വരാനൊക്കത്തില്ല. ദൂരെ നിന്നുകൊണ്ട് അതിനെ ഒന്ന് കടാക്ഷിക്കാം, അത്രേ പറ്റും. ഒന്ന് സഹായിക്കാം. അവിടെ അത് കൂടിയേ തീരുകയാണ്, അത് ഒഴിവാക്കാനും പറ്റത്തില്ല. കർമ്മം ബാഹ്യമായ കർമ്മങ്ങളായാലും ശരി, ആന്തരികമായ ഉപാസന, ധ്യാനം പോലെയുള്ള കാര്യങ്ങളായാലും ശരി, അതിന്റെ സ്ഥാനത്ത് അത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എവിടെയാണോ അത് ഒഴിച്ചുകൂടാൻ പാടില്ലാതെ നിൽക്കുന്ന അതവിടെ കൂടിയത്. അതെന്താ? അധികാരിക്കനുസരിച്ച് അതെല്ലാം ആവശ്യമാണ്. ഇവിടെ ഭാഷ്യകാരൻ നിഷേധിക്കുന്നത് അത് നേരിട്ട് ജ്ഞാനത്തെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തെ മാത്രം, അല്ലാതെ അത് ആവശ്യമില്ലാത്തതാണെന്ന് പറയുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഉപയോഗിക്കുന്നത് എന്താണ്? പാരമ്പര്യാത്തു. പാരമ്പര്യമായി അത് സഹായിക്കുന്നു ജ്ഞാനത്തിന്. ധ്യാനം അതുകൊണ്ടല്ല മുക്തി, അതുകൊണ്ട് ധ്യാനം വേണ്ട എന്ന് അദ്വൈതത്തിൽ പറയുന്നൊന്നും ആരും ധരിച്ചു കളയരുത്, പറഞ്ഞു കളയരുത്. അങ്ങനെ ഒരിടത്തും പറയുന്നില്ല. ജപം വേണ്ട അങ്ങനെ പറയുന്നില്ല. അതൊക്കെ അതാത് അധികാരികൾക്ക് അത് വേണം. ഇതെങ്ങനെ സഹായിക്കും പറയുന്നു. അതെല്ലാം ജ്ഞാനത്തിന്റെ ഉത്പത്തിക്ക് സഹായിക്കുന്നു. അതെങ്ങനെ സഹായിക്കുന്നു? ചില സമയത്തത് ചിത്ത
ശുദ്ധിയിലൂടെ ആയിരിക്കും. ചില സമയത്ത് അത് മനസ്സിന്റെ ഏകാഗ്രത ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും. ചില സമയത്ത് അത് ഈശ്വര അനുഗ്രഹത്തെ ഉണ്ടായിക്കൊണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിൽ. ചില സമയത്ത് അത് കാലദേശങ്ങളെയൊക്കെ അനുകൂലമാക്കിക്കൊണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലും അതെല്ലാം സഹായിക്കുന്നു. പക്ഷെ അതെല്ലാം പരമ്പരയായിട്ടാണ്. അതുകൊണ്ട് അതിനിവിടെ അംഗീകരിക്കുന്നു. ബ്രഹ്മസൂത്രത്തിൽ സർവാപേക്ഷന്യായം എന്ന് പറയും. വിശദമായി അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. സർവാപേക്ഷാച യജ്ഞാതിശ്രുതി രശ്വത് എന്ന് പറയുന്ന സൂത്രത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നു. എന്നുവെച്ചാൽ പറയുന്നുണ്ടല്ലോ, തത്വജ്ഞാനമാണ് മോക്ഷത്തെ കൊടുക്കുന്നത്. അവിടെ പറയുന്നത് അങ്ങനെയല്ല. മോക്ഷം ഇവിടെ അപേക്ഷിക്കുന്നതായിട്ട് ഒന്നുമില്ല. സർവത്തെയും മോക്ഷം അപേക്ഷിക്കുന്നുണ്ട്. സർവാപേക്ഷ എന്നാണ്. മോക്ഷത്തിന് എല്ലാം വേണം. പക്ഷെ നേരിട്ടല്ലെന്നേ ഉള്ളൂ. നേരിട്ടത് തത്വജ്ഞാനത്തെ മാത്രമേ അപേക്ഷിക്കുന്നുള്ളൂ. ആത്മബോധത്തെ മാത്രമേ അത് ആശ്രയിക്കുന്നുള്ളൂ എന്ന് പറയും. പക്ഷെ അതിനൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഇവിടെ അദ്വൈതി ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളാണ്. കർമ്മവും ഉപാസനയും ഒന്നും വേണ്ടെന്ന് പറയുന്ന ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അത് പറയുന്നിടത്ത് മനസ്സിലായിക്കോണം. അത് പറയുന്നത് കേവലം തത്വജ്ഞാനിയെ ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ ചിലയിടത്തത് പറയുന്നത് കർമ്മത്യാഗിയായ മോക്ഷവിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തത് പറയും, ഓരോ രീതി. സർവത്ര അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ തുടർന്ന് പറയുന്നത് ഒരു കർമ്മമോ അല്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളും കൂടി ചേർന്നോ ഒന്നും മുക്തിയെ നേരിട്ട് നൽകത്തില്ല. ആ ഭാഗത്തിനടുത്ത് നിഷേധിക്കുന്നു. അങ്ങനെയൊന്നും സാധ്യമല്ല. കാരണം അതിനെക്കുറിച്ച് ഇവിടെ ദീർഘമായ ചർച്ചയാണ്. ഒരു കർമ്മമാണോ, കാമ്യകർമ്മമാണോ, നിത്യകർമ്മമാണോ, എല്ലാ കർമ്മങ്ങളും കൂടി ചേർന്നാണോ? ഇത് വൈദികമായ ചർച്ചയായതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് വളരെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അന്ന് അത്തരം ചർച്ച ഒഴിവാക്കി ആത്മവിചാരം സാധ്യമല്ല. കാരണം ഇത് വേദമായി വൈദിക അനുഷ്ഠാനങ്ങളുമായല്ല ഇങ്ങനെ കെട്ടുപിടഞ്ഞ് കിടന്ന ഒരു കാലത്താണ് ഇത് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചെല്ലാം ഇവിടെ ദീർഘമായി ചർച്ച ചെയ്യുന്നത്. എന്നിട്ടവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു തരത്തിൽ ഒരു കർമ്മമോ എല്ലാ കർമ്മങ്ങളും കൂടി ചേർന്ന് ഒന്നും നേരിട്ട് മുക്തിയെ നൽകത്തില്ല. ഇന്ന് നമ്മളത് ചർച്ച ചെയ്യുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് അവിടെ മുഖ്യമായ തത്വം ഇതാണ്. എന്താണ്? വസ്തുതീന ഭവി വിദ്യ എന്ന് പറഞ്ഞത് തന്നെ. ഇവിടെ വീണ്ടും അതിനെ ഉപസംഹരിക്കുകയാണ്. കർത്തൃധീന ക്രിയാ തഥ. ഇത് ഈ വ്യത്യാസം അവിടെ സ്പഷ്ടമായിരിക്കുന്നു. കർമ്മങ്ങളെല്ലാം കർത്തൃധീനം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് സ്ഥൂലമായ രൂപത്തിൽ കർത്തൃത്വ ബോധത്തോടുകൂടിയോ അല്ലെങ്കിൽ സൂക്ഷ്മ സംസ്കാര രൂപത്തിലോ എല്ലാ കർമ്മങ്ങളും കർത്തൃധീനമാണ്. വിദ്യ വസ്തുധീന. വിദ്യ ഏതു തരത്തിലായാലും ശരി, ലൗകികമായാലും ശരി, ആത്മനിഷ്ഠമായാലും ശരി, അത് വസ്തുധീനമാണ്. അതുകൊണ്ട് കർത്താദിച്ച ആത്മമോഹോത്ഥം. ഈ കർത്തൃത്വാദികൾ ആത്മമോഹത്തിൽ നിന്നും ഉണ്ടായതാണോ? അതിനാണ് ഈ കർത്തൃത്വ ബുദ്ധി ഉണ്ടാകുന്നത്. ഇത് ആത്മമോഹോത്ഥം എന്ന് പറയുന്ന ആത്മമോഹത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇവിടെ ഈ ആൾക്കാർക്ക് ആശയക്കുഴപ്പം വരും. ആത്മമോഹത്തിൽ നിന്നുണ്ടാകുന്നു.
ആത്മമോഹം എന്ന് പറയുന്ന എന്തോ ഒരു വസ്തുവുണ്ട്, വളരെ കടുകട്ടിയായ ഒരു സാധനമുണ്ട്. ആ സാധനത്തിൽ നിന്നാണ് പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടായി വരുന്നതെന്നൊക്കെ ധരിച്ചു പോകും. അങ്ങനെ പ്രത്യേകിച്ചൊരു സാധനമില്ല. ആത്മമോഹത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന്, താൻ തന്നെ അറിയുന്നില്ല, അതൊരു മോഹം. തന്റെ പരമാർത്ഥത്തെ അറിയാതിരിക്കുന്ന ഒരു മോഹം. തന്റെ പരമാർത്ഥത്തെ അറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ വല്ല സാധനമാണ്. അതെന്തെങ്കിലും ഒരു വിശേഷിച്ചൊരു ശക്തി വിശേഷമാണ്. ഒരു ശക്തിയുമല്ല, അതെന്തോ ഒരു വിശേഷ ശക്തിയാണ്. ചിലരതിനെ വ്യാഖ്യാനിക്കുന്നത് എനർജിയാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നു. ഊർജമാണ്, അതാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഊർജം. ഇങ്ങനെ നമുക്ക് പരിചയമുള്ളത് ഭൗതികമായ ശക്തികളാണ്. അഗ്നിക്കൊരു ശക്തിയുണ്ട്, വായുവിനൊരു ശക്തിയുണ്ട്, ജലത്തിനൊരു ശക്തിയുണ്ട്. അത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. പലതരത്തിലുള്ള ശക്തികൾ നമുക്കെന്നറിയാം. വിദ്യുത് ശക്തി എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള ശക്തികളുണ്ട്. ഇതുപോലെ എന്തോ ഒരു ശക്തി തന്റെ ഉള്ളിലിരുന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നു എന്നാണ്. അങ്ങനെ യാതൊരു ശക്തിയില്ല. പിന്നെന്താ ഉള്ളത്? തന്റെ സ്വരൂപത്തെ അറിയുന്നില്ല. ഇത് തന്നെ, ഇതാണ് ഇതിന്റെ എല്ലാം മൂല കാരണമായിരിക്കുന്ന അറിവില്ലായ്മ, ബോധമില്ലായ്മ. ആ ബോധമില്ലായ്മയിൽ നിന്ന് മോഹം വരുന്നു. വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ സുഷുപ്തിയും ജാഗ്രതയും നോക്കും. സുഷുപ്തിയിൽ എന്താ ഉള്ളത്? ബോധമില്ലായ്മ. അവിടെ എന്ത് ശക്തിയാണ് ഉള്ളത്? അവിടെ ഏതെങ്കിലും ശക്തിയെ നിങ്ങൾ പരിചയപ്പെട്ടോ, കണ്ടുമുട്ടിയോ? ഒന്നുമില്ല, ബോധമില്ല. അത്രേ പറയാൻ കഴിയും. ഉണർന്നിരുന്നിട്ട് ഒന്നേ പറയാൻ കഴിയും, എന്താണ്? ഒന്നും അറിഞ്ഞില്ല. ഇതെല്ലാം വേറൊന്നും പറയാൻ കഴിയില്ല. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഉറക്കത്തിന് ശേഷം ഒരാൾ പറയുന്നത് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ദ്വൈതിക്കോ അദ്വൈതിക്കോ ആസ്തികനോ നാസ്തികനോ മുമുക്ഷുവിനോ മുക്തനോ ബദ്ധനോ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ഉണർന്നിട്ട് പറയും ഒന്നും അറിഞ്ഞില്ല. അപ്പൊ എന്താ? അത് ബോധമില്ലായ്മ. ബോധത്തെ തന്നെ നിഷേധിക്കുകയാണ്. ഇതാണൊരു മോഹം. എന്താ? അവിടെ എന്തെങ്കിലും വിശേഷ ശക്തിയിരുന്നു? ഏതെങ്കിലും ഒരു ശക്തി ഇരിക്കുന്ന ആരെങ്കിലും കണ്ടോ? കണ്ടാ പറയണം. അതേ ഒന്നും അറിഞ്ഞില്ലെന്നാണ്. ശരി, ജാഗ്രതത്തിലേക്ക് വരുന്നു. ഇത് മോഹം, രണ്ടാമത്തെ മോഹം. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അറിവുകളുണ്ടാകുന്നു. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ പല ശക്തികളുണ്ടാകുന്നു. അറിവുണ്ടായാലേ ശക്തി അറിയാൻ പറ്റും. അതൊക്കെ ഇവിടെയാണ്, ഈ ജാഗ്രതത്തിലാണ്. പല നാനാതരത്തിലുള്ള മോഹങ്ങൾ, അനന്തമായ മോഹങ്ങൾ. ഈ മോഹത്തിന്റെ ഭാഗമായി ആ മോഹത്തെ നമ്മൾ പറയും എന്താണ്? ഞാനിതാണ്. ശരീരബുദ്ധി ഉണ്ടായി, അല്ലെങ്കിൽ പറയും ഇതം വൃത്തി ഉണ്ടായി, ഇതം ബോധമുണ്ടായി, അഹംബോധമുണ്ടായി. ഈ അഹംബോധം ഇതം ബോധം എല്ലാം വരുമ്പോൾ ഇവിടെ വരുന്നു അഹംബോധം എന്ന ഇവിടെ കർത്തൃത്വ ബുദ്ധി വരുന്നു, ഭോക്തൃത്വ ബുദ്ധി വരുന്നു. ഇതൊക്കെ നമുക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. കർത്തൃത്വ ബുദ്ധി, ഭോക്തൃത്വ ബുദ്ധി, അത് ഇപ്പോൾ ഉണ്ടാകുന്നു, ഈ ഉണർവിലുണ്ടാകുന്നു. അതിനോട് പറയുന്നത് എന്താണ്? മോഹോത്ഥം. കർത്താദിച്ച ആത്മമോഹോത്ഥം. ആത്മമോഹം. ഇത് ആത്മമോഹം ഇവിടെയല്ലേ വരുന്നത്? ഇതാ ഞാൻ, ഇതാണ്, ഈ പിണ്ഡമാണ്. ഇതാണ് ആത്മമോഹം. ഞാൻ ഇന്ന സമയം ജനിച്ചവനാണ്, നാളെ മരിക്കുന്നവനാണ് തുടങ്ങി നമ്മൾ പലതവണ പറഞ്ഞതാണ്. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല.
പലരും പറയുന്ന ഇപ്പോൾ ഇത് കടുകട്ടിയെന്നാണ്. സ്വാമി പറയുന്ന ഈ തത്വബോധം അധിക പ്രസംഗമാണ്. എന്താണ്? ദഹിക്കുന്നില്ല എനിക്കെന്നാ പറയുന്നത്. ഇത്രയും കാലമായിട്ടും ദഹിക്കുന്നില്ല. ഇല്ല, ശരിയാണ്. ചോറും കറിയുമൊക്കെ ദഹിക്കണമെങ്കിൽ ഒരു 1.5-2 വയസ്സെങ്കിലും ആകണം. അത്രയെങ്കിലും ആയാലും ദഹിക്കത്തുള്ളൂ. സാധാരണഗതി എങ്ങനെയാണ്? അതുവരെ അമുൽ ബേബീസാണ്. അവർക്ക് അമുൽ നേർപ്പിച്ചു കൊടുക്കണം. അവർക്കിത് ദഹിക്കത്തില്ല. ഇതവർക്ക് വേണ്ടിയുള്ളതല്ല. അവർക്ക് അമുൽ നേർപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക, കുടിച്ചുകൊണ്ടിരിക്കും, കൈയും കാലും ഇട്ടടിച്ച് അങ്ങനെ കിടക്കും. ഇതൊരു 1.5-2 വയസ്സെങ്കിലും ആണ്. അപ്പോൾ ഇത് കുറേശ്ശെ ദഹിച്ചു തുടങ്ങും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതായത്. നേരത്തെ പറഞ്ഞ ബേബീസിനുള്ളതല്ല ഇത്. അവർക്കിത് ദഹിക്കത്തില്ല. 10 വർഷമല്ല എത്ര വർഷം കഴിഞ്ഞാലും ദഹിക്കത്തില്ല. അല്ലെങ്കിൽ ഇത് ദഹിക്കും, കുറേശ്ശെ കുറേശ്ശെ ദഹിക്കും. ആത്മമോഹോത്ഥം പറയുന്നു. ആത്മമോഹത്തിൽ നിന്നാണ് എന്തുണ്ടായത്? ഉത്ഥം ഉണ്ടായി. എന്ത്? കർത്തൃാദി, ഞാൻ കർത്താവാണ്, ഭോക്താവാണ്, ഈ വിചാരങ്ങൾ. അല്ല, ഇതിന് വേറെ അങ്ങനെ വലിയ ശക്തിയൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ ഇപ്പൊ കാണുന്നതൊക്കെ ഉള്ളൂ. ഈ ജാഗ്രതത്തിൽ അനുഭവിക്കുന്നതേ ഉള്ളൂ. അത് ഏത് ശക്തിയായാലും ശരി, വിദ്യുത് ശക്തിയായാലും ശരി, ആറ്റം ശക്തിയായാലും ശരി, എന്ത് ശക്തിയായാലും ശരി, ഞാൻ അപ്പുറമുള്ള ശക്തിയാണെങ്കിൽ നമ്മളറിയാൻ വയ്യാത്തൊരു ശക്തി, അങ്ങനെയൊന്നും. ഇത് തന്നെ ഈ മോഹം ഇവിടെ തന്നെ ഉണ്ടായി, ഈ ദേഹാത്മബുദ്ധിയിൽ നിന്നുണ്ടായി. കർത്തൃത്വാദി ബുദ്ധിയുണ്ടായി. സ്വതോ അകാരകതാത്മനഃ. സ്വത എന്താണ്? ഈ കർത്തൃത്വാദികളൊന്നുമില്ല. ആർക്ക്? തനിക്ക്. തന്നിലതൊന്നുമില്ല. താൻ നിത്യശുദ്ധമുക്ത സ്വരൂപനാണ്. അങ്ങനെ ആകാമോ? ആകാമോ എന്നറിയാൻ സുഷുപ്തിയെ കുറിച്ച് ചിന്തിച്ചു നോക്കും. അവിടെ താൻ നിത്യശുദ്ധ മുക്തസ്വരൂപനായിരുന്നു. അതെന്താ അങ്ങനെ? അതെങ്ങനെയാ? കാരണം ഇതൊന്നും അവിടെ ഇല്ല. അത് തന്നെ മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല. അവിടെ ഞാൻ നിത്യമുക്തനാണെന്ന് ആരും വിളിച്ചു പറഞ്ഞില്ല. പക്ഷെ ഇതൊന്നും അവിടെ ഇല്ല. ഈ പറയുന്ന ആത്മമോഹോത്ഥമായ യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മോഹം എന്നാലും ഇല്ല. ഇല്ലെന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ മോഹത്തെ അറിഞ്ഞു എന്നാരെങ്കിലും പറയുന്നു. അവിടെ ഞാൻ മോഹിതനായിരുന്നു പറയുന്നുണ്ടോ? ഇല്ല. ഒന്നും അറിഞ്ഞില്ലെന്നാ പറയുന്നു. ജ്ഞാനത്തെ അറിഞ്ഞില്ല, അജ്ഞാനത്തെ അറിഞ്ഞില്ല. ജ്ഞാനിയുമല്ല, അജ്ഞാനിയുമല്ല. ഇവിടെ വന്നാൽ ഇതെല്ലാം കുറച്ചു ദിവസം അജ്ഞാനിയായിരിക്കാം, പിന്നെ ജ്ഞാനിയാകാം. എല്ലാം ഇവിടെ തന്നെ, ഈ ജാഗ്രത. അവിടെ സ്വതോ അകാരകത, അത് ഇവിടെയും അങ്ങനെ. ചോദിക്കെന്താ അവിടെ നിങ്ങൾ പറയുന്ന സുഷുപ്തിയിൽ അവിടെ മാത്രമാണോ? ആ നിത്യമുക്തത അല്ല, ജാഗ്രതത്തിലും അത് തന്നെ. പിന്നെന്താ സുഷുപ്തിയെ പറഞ്ഞു? ഒരു ദൃഷ്ടാന്തം വേണ്ടേ? യുക്തിയുക്തമായി മനസ്സിലാക്കണമെങ്കിൽ അതിനുവേണ്ടി മാത്രം അത് പറഞ്ഞതേ ഉള്ളൂ. ആ സ്വതോ മുക്തത എന്ന് പറയുന്ന അറിയേണ്ട ഇവിടെ തന്നെ. ഈ ഉണർന്നിരിക്കുമ്പോൾ തന്നെയാണത് ബോധ്യപ്പെടേണ്ടത്. ഇവിടെ ഇല്ലാത്തത് ഇനി വേറൊരിടത്തും ഉണ്ടാകത്തില്ല. ഇവിടെ ഇല്ലാത്തൊരു തുര്യനെ ഒരിടത്തും പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത് വ്യക്തമാക്കിയതാണ്. ഇവിടെ തന്നെയുള്ളത് സ്വതോ മുക്തത. ഇവിടെയാണ് ആ സ്വതോ മുക്തത
എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇത് ചർച്ച ചെയ്ത് ഇവിടെ ഇത് ശ്രവിച്ചിട്ട് വേറെടുത്ത് പോയി ഇതറിയാൻ ഒക്കത്തില്ല. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. എവിടെയാണോ ഇത് കേട്ടത് അവിടെ തന്നെ ഇതറിയുന്നു. സതു അകാരതത്കഥാത്മന. ഇവിടെയാണ് അറിയേണ്ടതെങ്കിൽ, ശരിക്കും ഇത് ഇവിടെയാണ് അറിയേണ്ടതെങ്കിൽ, ഇവിടെയാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമൽ ബേബീസ്. ഞാൻ സ്വയം പറഞ്ഞെന്ന് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ അതടുത്ത് എഴുതിയിരിക്കുന്നു. മിസ്നേഭകേ ഇതേ ഭത്വം ശിശുരധ്യസ്യ വർഗതി അധ്യസ്യ ആത്മനി ദേഹാദീൻ മൂഢ തദ്വിചേഷ്ടതേ. മിസ്നേഭകേ, കളിമണ്ണുകൊണ്ട് ഒരു ആനയുടെ പ്രതിമയുണ്ടാക്കി കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചു. കണ്ടാൽ ശരിക്കും ആന പോലെ തന്നെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ശിശുരധ്യസ്യ വൽക്കതി. പിന്നെ ബാക്കി ശിശുവിന്റെ ജോലിയാണ്. എന്താണ്? വാസ്തവത്തിലത് വെറും മൃണ്മയമാണ്. പക്ഷെ അവനെ സംബന്ധിച്ചല്ല. അവനെ സംബന്ധിച്ചത് അവൻ ഒരിക്കലും കണ്ട ശരിയായ ആനയാണ്. വഴിക്കും കണ്ട ആന തന്നെയാണ്. അവന്റെ ജോലി അതിൽ അധ്യാസമാണ്. അതിൽ അധ്യസിക്കുന്നു. ആനയിൽ അവൻ അധ്യസിക്കുന്നു. അവനതിന്റെ പുറത്ത് കയറാൻ ശ്രമിക്കുന്നു. അതിനെ ഭയക്കുന്നു. അതിനെ സ്നേഹിക്കുന്നു. അതിനെ ഉപദ്രവിക്കുന്നു. അതിന്റെ കുത്തും ചവിട്ടും തൊഴിയെല്ലാം അവൻ ഏറ്റുവാങ്ങും. ഇതെല്ലാം ചെയ്യും. ചേഷ്ടതേ. എന്തുകൊണ്ട്? ശൈശവത്തിലാണ്. അവൻ ശൈശവത്തിലായതുകൊണ്ട് അവൻ. പക്ഷെ അവിടെ ഒന്ന് സംഭവിക്കുന്ന എന്താണോ? കേവലം കളിമണ്ണിനെ അവൻ ജീവനുള്ള ആനയാക്കി മാറ്റി. അവനെ സംബന്ധിച്ച് അത് ചൈതന്യവത്താണ്, ജീവനുള്ള ആനയാണ്. അല്ല അവൻ കരുതുന്നില്ല ഇത് വെറും കളിമണ്ണാണെന്നൊന്നും അവൻ ധരിക്കുന്നില്ല. താനതിൽ ചൈതന്യത്തെ അഭ്യസിച്ചതായിട്ടും അവനറിയില്ല. അത്തരം ചിന്തകളൊന്നും അവനില്ല. ശരി, അവന്റെ അടുത്ത് നിങ്ങളൊന്ന് പറയുക, ഇവിടെ അധ്യാസം സംഭവിച്ചിരിക്കുകയാണ്, ഇത് വെറും കളിമണ്ണാണ് സാധനം എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാകും. അവൻ പറയും ഇതെന്താ പറയുന്നത്, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല, ഇത് ആനയെന്ന് മാത്രമേ എനിക്കറിയാം, ബാക്കി പറയുന്ന ഒരു കാര്യവും മനസ്സിലാകുന്നില്ല. അത്തരക്കാരാണ് പറയുന്നത് കടുകട്ടിയാണ്, ഒരു പിടിയും കിട്ടുന്നില്ല. അത്ര പറഞ്ഞാലും ബോധ്യപ്പെടുന്നില്ല. ശിശുവിനങ്ങനെ ബോധ്യപ്പെടാൻ അവനിതെന്നും ആന തന്നെ. അവന്റെ ബുദ്ധി പ്രരൂഢമായ ഒരവസ്ഥയെ പ്രാപിക്കുമ്പോൾ ആ ശൈശവം വിട്ട് കൗമാരം, യൗവനം തുടങ്ങിയ അവസ്ഥകളിലേക്ക് വരുമ്പോൾ അപ്പോൾ അവൻ മനസ്സിലാക്കും. ആണ് പറഞ്ഞത് അതുവരെ അമല് നേർപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക, വേറെ ഒന്നും പറ്റത്തില്ല, ദഹിക്കത്തില്ല, ദഹനക്കേടുണ്ടാവും. ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. കുപ്പിപ്പാലുമായിട്ട് ഏതെങ്കിലും മൂലയിൽ പോയിരിക്കുക, അല്ലാതെ ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. എന്തുകൊണ്ട് ഇവിടെ പറയും, ഞാൻ പറയുന്നു ശിശുരധ്യസ്യ വൽഗതി. ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വൽഗനം എന്ന് പറയുന്നത് ഈ ശിശുവിന്റെ സംഭാഷണം സാധാരണ പോലെ അല്ലല്ലോ, ഒരു പ്രത്യേക തരത്തിലാണല്ലോ. കൊഞ്ചി കൊഞ്ചി സംസാരിക്കുക, അതുപോലെയുള്ള ചേഷ്ടകൾ കാണിക്കുക, ബാലചേഷ്ടകൾ കാണിക്കുക, ഇതിലൊക്കെ പോകാനേ പറ്റൂ. ഗൗരവമുള്ള കാര്യത്തിലൊന്നും അവന് പ്രവേശിക്കാൻ പറ്റത്തില്ല. ഇത് ഇത്തിരി ബുദ്ധി ഉറച്ചവർക്കുള്ളതാണ്. ഇത്തിരി ഇളകി കിടക്കുന്നവർക്ക് ഇത് പറ്റത്തില്ല. എന്നുവെച്ചാൽ ആ ശൈശവ ഭാവത്തിലുള്ളവർക്കൊന്നും ഇത് പറ്റത്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെതായ ഒരു പക്വത അവിടെ വരണം എന്നേ തീരും. അതാണ് മുമ്പ് പറഞ്ഞ എന്താണ്, എല്ലാ കർമ്മങ്ങളും പാരമ്പര്യമായി അവനെ സഹായിക്കുന്നു. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം പണി വേറെയാണ്. അങ്ങനെ അങ്ങനെ അതെ
ശിശുവിന്റെ ശരീരമൊക്കെ നല്ല ഉറപ്പുള്ളതായി മാറുന്നത് എങ്ങനെയാണ്? അവൻ ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ ഈ കൈയും കാലും ഇട്ട് സൈക്കിൾ ചവിട്ടിയിട്ടാണ്, എക്സർസൈസ് ചെയ്തിട്ടാണ് ഇത് ഉറച്ചുറച്ച് വരുന്നു. എന്നാൽ ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ കിടന്നിട്ടൊന്ന് സൈക്കിൾ കിട്ടാമോ? പറ്റത്തില്ല. അരമണിക്കൂർ പറ്റത്തില്ലല്ലോ. പണ്ട് 7-8 മണിക്കൂർ ചവിട്ടിയിട്ടുള്ളതാണ്. അരമണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ ആശുപത്രി അഡ്മിറ്റാവും. ഒരു സംശയമില്ല. അപ്പൊ കർമ്മം ആർക്കുള്ളതാ? ശിശുവിനുള്ളതാ. അവനെ പറ്റും. അപ്പൊ ചെയ്യണം. ആ സമയത്ത് അത് ചെയ്യണം. ചെയ്ത് കുറച്ച് മസിലൊക്കെ ഉറച്ചു വന്നാൽ പിന്നെ എഴുന്നേറ്റ് നിൽക്കാം, പിന്നെ ചിന്തിക്കാം. അപ്പോഴേ ഇത് മനസ്സിലാകത്തുള്ളൂ. അതുവരെ പരാതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. വൽഗതി, അതുകൊണ്ട് ശിശു ഇങ്ങനെ ചേഷ്ടിക്കുന്നു. എന്താണ് തത്വം? ഇത് കളിമണ്ണാണോ? ജീവനുള്ള വസ്തുവാണോ? എന്താണ് സത്യം? എന്താണ് അസത്യം? ഇതൊന്നും അറിയാതെ അവൻ ചേഷ്ടിക്കുന്നു. അധ്യസ്യ ആത്മനി ദേഹാദിൻ മൂഢസ്തത്വ വിചേഷ്ടി. അതുപോലെ മൂഢൻ, മോഹിതനായവൻ, അവന് ഈ ശിശുവിനെ പോലെ തന്നെ ദേഹാദീൻ ആത്മനി അധ്യസ്യ. ഇത് രൂഢമൂലമായി ഈ ദേഹാത്മബുദ്ധിയും മറ്റും ഇതെല്ലാം അധ്യസിച്ചിട്ട് ആ ശിശുവിനെ പോലെ ആനയിൽ ചൈതന്യത്തെ കണ്ടതുപോലെ തന്റെ ശരീരത്തിൽ ആത്മബോധം വന്നിട്ട്, ചൈതന്യബോധം വന്നിട്ട് തദ്വത് വിചേഷ്ടതയെ ആ ശിശുവിനെ പോലെ ചേഷ്ടിക്കുന്നു. അതാണ് ഇവിടെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവ്വ ജീവന്മാരെല്ലാം എല്ലാവരും ആ ശിശുവിനെ പോലെയാണ്. അവിവേകം കൊണ്ട് ചേഷ്ടിക്കുന്നു. ഇവിടെ സത്യത്തെ അറിയാതെ അല്ലെങ്കിൽ സത്യത്തെ വിസ്മരിച്ച് എന്നെല്ലാം പറയും. മറ്റൊരു ഉദാഹരണം പറയുന്നു. സ്ഥാനം ചോരധ്യാനായ ഭീതോ യദ്വത്പലായതേ. സംസാരം എന്ന് വിളിച്ചു പോകുന്നുണ്ടല്ലോ. നിങ്ങൾ സംസാരമോചനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. മോക്ഷത്തിന് വേണ്ടി പേറ്റന്റ് എടുത്തിരിക്കുന്ന ആൾക്കാരാണ്. വേറെ യാതൊന്നുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. മോക്ഷം മാത്രം മതി, മോക്ഷത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് പറയുന്നത് എന്താ? സ്ഥാനം ചോരധ്യാനായ, തൂണിനെ കണ്ടിട്ട് ഇത് കള്ളനാണെന്ന് പേടിച്ചിട്ട് നിലവിളിച്ചോടുന്നത് പോലെ. അതാ കള്ളനാണ്, കള്ളൻ എന്ന് പറഞ്ഞാൽ നിലവിളിച്ചോടുകയാണ്. ഭീതോ യദ്വത് പലായതേ, പേടിച്ച് വിറച്ച് ഓടുന്ന പോലെയാണ് ഈ സംസാരം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. മോക്ഷത്തിന് വേണ്ടി ഓടുന്നത്. മോക്ഷത്തിന് വേണ്ടി ഓടുന്നവരെല്ലാം ഈ അവിവേകം മാത്രമേ ഉള്ളൂ, അറിവില്ലായ്മ മാത്രമേ ഉള്ളൂ അവന്റെ കയ്യിൽ, വേറൊന്നുമില്ല. അതിനെ തുടർന്ന് വരുന്ന ഈ സംസാരഭീതി, ആ സംസാരഭീതി കൊണ്ടാണ് അവൻ ഓടുന്നത്. അല്ലാതെ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ട് ഞങ്ങളെന്തോ കൂടിയ ആൾക്കാരാണ്, മറ്റുള്ളവരെ കാണും കൊമ്പുള്ള ആൾക്കാരാണ്. കാരണം എന്തുകൊണ്ട് ബാക്കിയെല്ലാം ലൗകികന്മാർ, അവർക്ക് ഈ സംസാരത്തിന് മുഴുകി കഴിയുന്നു. ഞങ്ങളെന്താണ് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരെന്നല്ലേ കരുതുന്നു. വാസ്തവത്തിൽ ഈ മോക്ഷത്തിന് വേണ്ടി ഓടുന്നവർ അവരെക്കാളും മോശം. ഒന്നുമില്ലെങ്കിൽ അവർ ഇത്രയും പേടിച്ച് ഓടുന്നില്ലല്ലോ, ഭയന്നോടുകയാണ് അവൻ. എന്നുവെച്ചാൽ ഇവിടെ വേണ്ടത് ബോധമാണെന്ന് ചുരുക്കം, മറ്റൊന്നുമല്ല. ഈ സർക്കസുകളിലൊന്നും ഒരു കാര്യമില്ല. ബോധം വേണം.
ചോരധിയാനായ ഭീതോ യദ്വത് പലായതേ, ഭയന്നവൻ ഓടുന്നു. ബുദ്ധ്യാദിഭി തഥാത്മാനം, അതുകൊണ്ട് ബുദ്ധ്യാദികളെ കൊണ്ട് തന്നെ അധ്യാരോപ്യ, ഞാനിതൊക്കെയാണെന്ന് ധരിച്ചിട്ട് ഭ്രാന്തോ ചിഷ്ടതേ, ഭ്രാന്തൻ, ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറുകൾ വരിക, എന്തെങ്കിലും രോഗം വരുന്നതൊന്നും ഭ്രാന്തിയല്ല, ഭ്രാന്തല്ല. ശരീരത്തിന് അസുഖം വരുന്നത് പോലെയുള്ളൂ, അത് വരും മാറും, അതെല്ലാവർക്കും ഉള്ളതാ. ആ ഭ്രാന്തെന്ന് പറയുന്ന എല്ലാ മനുഷ്യനും. ഇവിടെ അതല്ല ഭ്രാന്തെന്ന് പറയുന്നത്. ഈ ഭ്രാന്തെന്ന് പറയുന്നത് ഈ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ്. എന്തിന്? മോഹത്തെ സംരക്ഷിച്ചുകൊണ്ട് എന്നുകൂടി ചേർക്കണോടെ. ആദ്യം അവൻ തൂണിനെ കണ്ട് ഭയന്നു, ഭ്രമിച്ചു, പിന്നെ ഭയന്നു, പിന്നെ ഓടുന്നു. അപ്പൊ ഇതിനെല്ലാം കാരണം എന്താ? ഈ ബോധമില്ലായ്മ എന്ന് പറഞ്ഞ് മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കരുതെന്നാണ്. അല്ല, ഈ ബോധം, അതാണ് ആദ്യം വേണ്ടത്. ആദ്യം ബോധം, അത് കഴിഞ്ഞ് ശ്രമം. അതാണ് ഇവിടെ പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ കുറിച്ചുള്ള ബോധം വരണം. ബോധത്തോടു കൂടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ പിന്നെ ഈ ഓട്ടവും ബഹളവും ഒന്നുമില്ല, പിന്നെ സമാധാനമായിട്ട് പോവാം. ശാന്തിരധികച്ചതി എന്ന് പറഞ്ഞാൽ ശാന്തിയെ പ്രാപിക്കുന്നു. മോക്ഷം നേടിയിട്ടില്ല ശാന്തി, മോക്ഷത്തിന് മുമ്പ് ശാന്തിയല്ല. അതാണ് അടുത്ത് പറയുന്നത്. എന്താണ്? സ്ഥാണോഹോ സതത്വവിജ്ഞാനം യഥാനാംഗം പലായനേ. ആ സ്ഥാണുവിന്റെ തത്വബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ പലായനം, ഓട്ടത്തിന് പിന്നെ അതൊന്നും കാരണമല്ല. പിന്നെ അവന് സമാധാനം വരുന്നു. ഇന്നതാണ് ഇവിടെ തന്റെ പ്രശ്നം. ഇതാണ്. ശിശുവിനതുണ്ടാകത്തില്ല. ഞാൻ ശിശുക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, ബുദ്ധി ഉറച്ചവർക്ക് വേണ്ടിയിട്ടാണ്. ആ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഓട്ടം, ഈ നിലവിളിയും ഓട്ടമൊക്കെ നിന്നു, പിന്നെ സമാധാനമായി. അജ്ഞാനം അനിരാകുർവൻ ജ്ഞാനമേവന സിദ്ധ്യതി. അപ്പൊ ആ ബോധം ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നത്? ഈ മോഹങ്ങളെല്ലാം ഇല്ലാതാകുന്നു. ആദ്യം അതാ സംഭവിക്കുന്നു. ഭയവും നിലവിളിയും എല്ലാം ഇല്ലാതാകുന്നു ഈ ബോധം ഉണ്ടാകുന്നു. പറയുന്നു, ആ ബോധം ഉണ്ടാകുന്നത് അജ്ഞാനത്തെ നിഷേധിച്ചുകൊണ്ട് തന്നെയാണ്. ഒരു സംശയവും വേണ്ട. അജ്ഞാനത്തെ നിരസിച്ചുകൊണ്ട് തന്നെയാണ് ആ ബോധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ ഈ ബോധം ഉണ്ടാകുമ്പോൾ ആ ഭ്രാന്തി മാറിയേ തീരൂ. ഈ നിലവിളിയെല്ലാം അവിടെ അവസാനിച്ചേ തീരൂ. പിന്നെ മുക്തി അവിടെ സംഭവിച്ചേ തീരൂ. ഇതൊക്കെ അവശ്യം ഭാവികളാണ്. വെളിച്ചം വന്നാൽ ഇരുട്ട് പോകണം, ഇരുട്ട് പോയാൽ ഇരുട്ടിലെ പിശാചും പോകണം, ഇരുട്ടിലെ പിശാച് പോയാൽ ഇരുട്ടിലെ പിശാചിനെ കൊണ്ടുവന്ന ഭയം പോകണം. ആ ഭയം പോയി കഴിഞ്ഞാൽ മനസ്സിന് ശാന്തി വരണം. ഇതൊക്കെ ഒന്നിനെ തുടർന്ന് ഒന്നായി അല്ലെങ്കിൽ ഒരുമിച്ച് സംഭവിച്ചതിന് തീരണം. അതുകൊണ്ടവിടെ പ്രധാനമായിരിക്കുന്ന എന്താണ്? ആ ബോധം വിപന്ന കാരകഗ്രാമം ജ്ഞാനം കർമ്മനഠൗകതേ. പിന്നെ കാടിലും പടലിലും ഒന്നും അലിഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ഈ ബോധമുള്ളവന് പിന്നെ മറ്റൊന്നിന്റെ ആവശ്യമില്ല.
അതാണ് ആദ്യം വേണ്ടത്. വിപന്ന കാരകഗ്രാമം. ആ കാരകഗ്രാമം, ഗ്രാമം എന്ന് വെച്ചാൽ സമൂഹം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ കാരകം ഞാൻ ചെയ്യുന്നവനാണ്, ഞാൻ അതിന്റെ ഫലത്തെ അനുഭവിക്കുന്നവനാണ് തുടങ്ങി തന്നെ സംബന്ധിച്ച് വരുന്ന മിഥ്യാധാരണകൾ, അതിനാണ് കാരകഗ്രാമം. അതെല്ലാം വിപന്നമായി പോയി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജ്ഞാനം കർമ്മന ഠൗകതേ, മോഹമില്ലാന്നർത്ഥം. ഇവിടെ ഇപ്പോൾ മോഹമുണ്ട്. മോഹമുണ്ടെങ്കിലും ആ മോഹമെല്ലാം ഈ തന്നെ കർമ്മവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ജ്ഞാനമാണ് ആ മോഹം. ഇതാണ് രണ്ടാമത്തെ മോഹം. ആദ്യത്തെ മോഹം ഞാൻ പറഞ്ഞു ഒന്നും തന്നെ അറിയുന്നില്ല, നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ മോഹം ഇതാണ്, ഇതുമായിട്ടെല്ലാം തന്നെ ബന്ധിപ്പിക്കുന്നു. തന്റെ പരമാർത്ഥ സ്വരൂപത്തെ മറന്നിട്ട് ഇതിനുമായിട്ടെല്ലാം ബന്ധിപ്പിക്കുന്ന ഈ മോഹം. എന്താ ഈ മോഹം? ജ്ഞാനമല്ല, ഇത് ജ്ഞാനമാണ്. നേരത്തെ പറഞ്ഞല്ലോ ഇതെല്ലാം ആ ജ്ഞാനാഭാസമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ മോഹവും ആ ജ്ഞാനാഭാസം തന്നെ. പക്ഷേ ശരിയായ ജ്ഞാനാഭാസം വന്നു കഴിഞ്ഞാൽ അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. പിന്നെ ഈ മോഹം ഇതിനെ നിൽക്കുന്നില്ല. ഇതിനെ ആശ്രയിച്ചു വരുന്ന കർമ്മങ്ങൾക്ക് അവിടെ നിലനിൽക്കില്ല. കർത്തൃത്വ ഭോക്തൃത്വാദികളോടുകൂടിയ കർമ്മങ്ങളും നിലനിൽക്കില്ല. അതുകൊണ്ട് ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിച്ച് തന്നെ ഉണ്ടാകുന്നു. സംശയം വരും ചിലർ. ജ്ഞാനം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ആ സന്ദർഭം ഒന്നുകൊണ്ട് വീണ്ടും പറയുന്നു. ഏതിന് യുക്തിചിന്ത വേണമെന്നല്ലേ പറയുന്നു. ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിച്ചതിനെ ഉണ്ടാവുന്നു. ശരി, ആ ജ്ഞാനത്തെ നശിപ്പിച്ച അജ്ഞാനം എങ്ങനെ ഉണ്ടായത്? അത് പറഞ്ഞു. കണ്ണുകൂടെ ചെറുത് ധ്യാനിച്ചൊന്നുമല്ല അതുണ്ടായത്. മാനജന്യം എന്ന് പറഞ്ഞു. മാനമേയങ്ങളെ കൊണ്ടുണ്ടായി എന്ന് പറഞ്ഞു. വസ്തുഅധീനമായ ജ്ഞാനം ഉണ്ടായി എന്ന് പറഞ്ഞു. ഉപദേശത്തിൽ നിന്നുണ്ടായി എന്ന് ചുരുക്കം. ഉപദേശത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടായി പറയുന്നു. അത് അജ്ഞാനത്തെ നശിപ്പിച്ചേ ഉണ്ടാകത്തുള്ളൂ. ശരി, സംബന്ധിച്ചു. അജ്ഞാനത്തെ നശിപ്പിച്ച് ആ ജ്ഞാനം ഉണ്ടായാൽ പിന്നെ തുടർന്നൊന്നും ചെയ്യാനില്ലല്ലോ. ഈ പറയുന്നതനുസരിച്ചാണെങ്കിൽ എല്ലാ മോഹവും പോയി, അവൻ മുക്തനായി, സ്വദുഃഖാദികളിൽ നിന്നെല്ലാം മുക്തനായി എന്ന് സ്വീകരിക്കേണ്ടി. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്തിനാ ശ്രവണ മനനങ്ങളെന്ന് വീണ്ടും പറയുന്നു? ഉപദേശത്തിൽ നിന്ന് ജ്ഞാനമുണ്ടായി, അജ്ഞാനം നശിപ്പിക്കാനല്ല ഇതല്ല. അപ്പോ വീണ്ടും പറയുന്നു ശ്രവണ മനനങ്ങൾ. അതെന്തിനാ? വീണ്ടും ശ്രവണ മനനങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടി വരും അജ്ഞാനനാശം സംഭവിച്ചില്ല. അജ്ഞാനം നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ ശ്രവണ മനനങ്ങൾ വീണ്ടും ചെയ്യണം എന്ന് പറയും. ശരിയാ, സമ്മതിക്കാം. വീണ്ടും ശ്രവണ മനനങ്ങളൊക്കെ ചെയ്തു അജ്ഞാനത്തെ നശിപ്പിച്ചു. അപ്പോൾ ജ്ഞാനം ഉപദേശത്തിൽ നിന്നുണ്ടായില്ലല്ലോ. കാരണം ഉപദേശത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നതെങ്കിൽ ഉപദേശത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കണം. ജ്ഞാനം വേറൊരു തരത്തിലും ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞു. വേറെ തരത്തിലും ജ്ഞാനം ഉണ്ടാകത്തില്ല. ഉപദേശം കൊണ്ടേ ഉണ്ടാവും. ഉപദേശം കൊണ്ട് ജ്ഞാനം ഉണ്ടായാൽ അജ്ഞാനം നശിക്കും. അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അജ്ഞാനം അനിരാകുർവ ജ്ഞാനമേവന സിദ്ധിക്കുക. അജ്ഞാനത്തെ നശിപ്പിക്കാതെ ജ്ഞാനം ഉണ്ടാകത്തേയില്ല. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രവണ മനനങ്ങൾക്ക് ആവശ്യമില്ല.
ശ്രവണമനനങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ജ്ഞാനം ഉണ്ടായി അജ്ഞാനം നശിക്കുന്നത്, ഉപദേശം കൊണ്ടല്ലെന്ന് പറയും. അപ്പം മുമ്പ് പറഞ്ഞതിന് വിരോധം. അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തത്തിൽ എന്താണ്? ജ്ഞാനം പ്രമാണജന്യമാണ്. എന്നുള്ള മുഖ്യ സിദ്ധാന്തത്തിന് വിരോധം വരും. ഇതുവരെ പറഞ്ഞതെല്ലാം പോയി, വീണ്ടും ആശയക്കുഴപ്പത്തിലായി. നേരത്തെ പറഞ്ഞല്ലോ, ഇത് കേൾക്കുമ്പോൾ അതാണ് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞു. ആരും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, വാസ്തവം പറഞ്ഞു വന്നതാണ്. രണ്ടു തരത്തിലുണ്ടൊന്ന് ബേബീസ്. ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെയുണ്ട്. രാവും പകലും ഇത് പറഞ്ഞുകൊണ്ടിരുന്നാലും പറയും എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല, എന്തോ ഇവിടെ നടക്കുന്നുണ്ടെന്നറിയാം, പക്ഷെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ബോധമേ ഉണ്ടാകുന്നില്ല. അതൊരു കൂട്ടർ. ശ്രവണമേ അവിടെ സംഭവിക്കുന്നില്ല. ഭാഷ്യകാരൻ പറയുന്നതാണ്, നല്ല കരിമ്പാറയിൽ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് കുത്തുമ്പോലെ ഇരിക്കും. അത് ചിലപ്പോൾ തീപ്പൊരിയൊക്കെ തെറിക്കും, പക്ഷെ കത്തി ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. ശ്രുതി കുണ്ഠീഭവതി എന്ന് പറയും. അവിടെ വേദമാതാവ് പോലും ഹെൽപ്ലെസ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? സാധനം ബേബിയാണ്, ഒരു രക്ഷയില്ല. അത് ശരിയാണ്. അവിടെ എന്താ പറയുന്നത്? അവിടെ ശ്രവണമേ സംഭവിച്ചിട്ടില്ല എന്നാണ്. പിന്നെ എവിടെയാ ശ്രവണം സംഭവിക്കുന്നത്? എവിടെയാണോ ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള എല്ലാ യോഗ്യതകളും, എന്തൊക്കെ യോഗ്യതകളാണോ അതിനു വേണ്ടത്, അത് ഗ്രഹിക്കുന്നിടത്ത് തത്വമസി എന്ന് ശ്രവിച്ചു കഴിഞ്ഞാൽ അവിടെ ബോധം ഉണ്ടാകുന്നു. ഒരു സംശയവും വേണ്ട, വ്യക്തമായും ബോധിക്കുന്നു. ബോധമുണ്ടായി. അവിടെ പിന്നെ ഏത് സമയമാണോ അവന് ബോധമുണ്ടാകുന്നത്, ആ സമയത്ത് അവന് അജ്ഞാനമില്ല, സംശയമില്ല, വിപര്യമില്ല. എന്താ പറഞ്ഞു മനസ്സിലായി? എന്താ? ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ്. ഇത്രയും പറഞ്ഞ, പക്ഷെ ഇത്രയെങ്കിലും അവന് ബോധം വരുന്നു, തന്നെക്കുറിച്ചുള്ള ബോധം വരുന്നു. അവിടെ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രവണജന്യമായ ബോധം ഉണ്ടാകുന്നിടത്ത്, അല്ലെങ്കിൽ ആ ബോധത്തിൽ ഈ പറയുന്ന അജ്ഞാന, സംശയ, വിപര്യം ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടാകത്തില്ല. എന്താ അത്ര ഉറപ്പിച്ചു പറയുന്നത്? അജ്ഞാനം ഉണ്ടെങ്കിൽ എന്തായിരിക്കും അനുഭവം? ഞാനൊന്നും എനിക്കറിയില്ല. ഇതാണ് അജ്ഞാനത്തിന്റെ അനുഭവം. ഈ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇത് ആത്മാവെന്നുള്ള കാര്യം വിടുക. കണക്കോ സയൻസോ പഠിക്കുന്നിടത്ത് വെച്ച് ചിന്തിച്ചു നോക്കുക. നിനക്കത് മനസ്സിലായോ? ഇല്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ അജ്ഞാനം. അല്ല, മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവന് പറഞ്ഞ കാര്യം ബോധിച്ചു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് ചിലപ്പോൾ അവൻ ആ കുട്ടീനെ ചോദിക്കും, സാർ അത് ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കും. അത് അടുത്ത നിമിഷമാണ്, അപ്പോഴല്ല. ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ചും അങ്ങനെയാണ്. അത് കേൾക്കുന്ന സമയത്ത് അത് മനസ്സിലാകും.
വെക്കുന്നതിനുള്ള ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെക്കുറിച്ച് കൊണ്ടുവന്ന് അപ്ലൈഡ് മാത്തമാറ്റിക്സ് പഠിപ്പിക്കാതിരിക്കും അവനൊന്നും മനസ്സിലാവും. അവനൊന്നും മനസ്സിലാകത്തില്ല. അവൻ പറയും, എന്താ ഇത്രയും സമയം നീ ഇവിടെ ഇരുന്ന് 3/4 മണിക്കൂർ എന്തെങ്കിലും മനസ്സിലായില്ല? എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്കൊന്നും അറിയില്ലെന്ന് പറയും. മറ്റങ്ങനെയല്ല, അവൻ പറയും മനസ്സിലായി. പക്ഷെ കുറച്ചു കഴിഞ്ഞ് വീണ്ടും പറഞ്ഞെന്ന് വരും, എന്താണ് അതൊന്നുകൂടെ വിശദീകരിക്കണം, എന്താ അതത്ര പോരാ, അത് വ്യക്തമായില്ല. അറിഞ്ഞതിന്റെ വ്യക്തതയെ വീണ്ടും ആവശ്യപ്പെടും. അല്ലെങ്കിൽ പറയും, ഞാനത് മറന്നുപോയി. പറയൂ, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റും? ഇല്ല, അത് ആ സമയത്തേ പറയും. അറിഞ്ഞില്ലെങ്കിൽ അപ്പൊ പറയും, എന്താണ് എനിക്കറിഞ്ഞില്ല, എനിക്ക് അങ്ങ് പറഞ്ഞു മനസ്സിലായില്ല, അത് പറയും. മറിച്ചാണെങ്കിൽ എന്ത് പറയും? അറിഞ്ഞു എന്ന് തന്നെ പറയും. മറിച്ച് പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അറിവുണ്ടാകുന്നതുകൊണ്ട് തന്നെ. അതിനുള്ള പ്രാഥമികമായ യോഗ്യതകളുണ്ടെങ്കിൽ അവന് ആ ബോധം ഉണ്ടാകുന്നു. ഇതാണ് ഭാഷ്യത്തിൽ ആവർത്തിച്ച് പറയുന്ന ഈ കാര്യമാണ്. തത്വമസി എന്നുള്ള ശ്രവണത്തിൽ നിന്ന് ആ ബോധം ഉണ്ടാകുന്നു. അപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളവരെ വിടുക, അത് പോട്ടെ. അവരല്ല നമ്മുടെ ചർച്ചയ്ക്ക് വിഷയം. ബോധം ഉണ്ടായവരാണ്. അതാണ് ഇവിടെ അത്രേ പറയുന്നുള്ളൂ. ശ്രവണത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാകുന്നു. ആ ബോധത്തിന് വേറൊന്നിന്റെ ആവശ്യമില്ല. പിന്നെ മനനം, പിന്നെ നിധിധ്യാസനം, ഇതൊന്നും ആവശ്യമില്ല. ഇപ്പൊ വ്യക്തമായിരിക്കുന്നു. വ്യക്തമാകണം. അങ്ങനൊരു ബോധം ഉണ്ടാകുന്നു. അത് ആത്മവിഷയത്തെ സംബന്ധിച്ചല്ല, ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ തന്നെ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ വിഷയം താൻ തന്നെയാണെന്നേ ഉള്ളൂ. ഇവിടെ ബോധം കുറച്ചുകൂടി വ്യക്തമാണെന്നേ ഉള്ളൂ. ശ്രവണത്തിൽ നിന്ന് തന്നെ ബോധം ഉണ്ടാകും. അവിടെ അജ്ഞാനം നശിച്ചു. അവന് ഭ്രാന്തി മാറി. പിന്നെ തുടർന്നു വരുന്ന കാര്യങ്ങൾ. തുടർന്നു വരുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ പ്രത്യേകം തനിക്ക് ഉണ്ടായ ബോധത്തെ നിഷേധിക്കുന്നതല്ല. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ശരി, 10 വർഷം മുമ്പ് തത്വമസി നീ ആത്മാവാണെന്ന് പറഞ്ഞു, അത് ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റും. പിന്നെ എന്താ നീ എന്നറിഞ്ഞത്? വേറെന്താ അറിഞ്ഞത്? അന്നുവരെ അറിഞ്ഞുകൊണ്ടിരുന്ന അറിവിൽ നിന്നും വ്യത്യസ്തമായ അറിവുണ്ടായത്. അന്നുവരെ ഞാൻ എന്നെക്കുറിച്ച് അറിഞ്ഞിരുന്നത് ഞാൻ ബഹുകേമനാണെന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷെ അന്ന് മനസ്സിലായി ഒന്നുമല്ല, ഞാൻ ആത്മാവാണ്. ആ അറിവിനെ ഒരിക്കലും നിഷേധിക്കുന്നില്ല. പിന്നെ പരാതി എന്താണ്? എൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റു പല കാര്യങ്ങളും അറിഞ്ഞു. എന്നുവെച്ചാൽ എനിക്ക് പലതരത്തിലുള്ള മോഹങ്ങളും ഉണ്ടായി. ആണ് പറഞ്ഞ മോഹം പലതരത്തിലുണ്ട്. ഒന്ന് അറിയാതിരിക്കുക, ഒന്ന് പലതിനെ അറിയുക. അത് സംഭവിച്ചു, അത് ശരിയാ. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ അറിഞ്ഞ് ഇതാണ് തത്വം. പക്ഷെ പിന്നീട് ഞാൻ അറിയുന്നു ഞാൻ സ്വാമിയാണ്, ഞാൻ വിദ്വാനാണ്, ഞാൻ ഇന്നിടത്തെ സ്വാമിയാണ്. ഇങ്ങനെ പലതും ഞാൻ അറിയുന്നു. ഇത് മോഹം. അറിവിന് ശേഷവും ആ അറിവിനെ തുടർന്നും മോഹം വരുന്നു. ഈ മോഹം എന്താണ്? ഇരുളാണ്. ഇരുള് മാറണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം ഉണ്ടായാലേ പറ്റും. വേറെ വഴിയില്ല. എന്താ ഇവിടുത്തെ വെളിച്ചം? അത് തന്നെ. അന്ന് ഏതാണോ ആ മോഹത്തെ മാറ്റിയത് ആ വെളിച്ചം തന്നെ. അതിനുവേണ്ടി എന്ത് വേണം? ശ്രവണം, മനനം, നിധിധ്യാസനം. വീണ്ടും പറയുന്നു. എന്താ ഇത്? ഏതെങ്കിലും ഒരു പുതിയ ബോധത്തെ ഉണ്ടാക്കാനാണോ?
അല്ല. പക്ഷെ വ്യത്യാസമുണ്ട്. 10 വർഷം കൊണ്ട് കുറച്ചൊക്കെ മാറ്റം വന്നു. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആ 10 വർഷം കൊണ്ട് എന്ത് മാറ്റം വന്നു? ഒരു തെളിച്ചമുണ്ട്. പറഞ്ഞ കാര്യങ്ങൾക്കൊരു വ്യക്തതയുണ്ട്. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ തോന്നുന്നു ഇത് തുടരണമെന്ന് തോന്നുന്നു. ആ ശിശുവിന് തോന്നത്തില്ല, അല്ലാത്തവന് തോന്നും അല്ല ഇത് തുടരണം, ഇത് തന്നെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കും എന്നൊരു ബോധമുണ്ട്. അപ്പോൾ അത് തുടരുന്നു, അതിൽ ജിജ്ഞാസ ഉണരുന്നു, അതിൽ ബോധമുണ്ടാകുന്നു, അതിൽ നിശ്ചയം ഉണ്ടാകുന്നു. ഇതുവരെ അതിൽ സംശയരഹിതമായി അത് ബോധിക്കുന്നത് വരെ. അതങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കാത്തതുകൊണ്ട് നിങ്ങളത് ബോധിച്ചത് സംശയരഹിതമായിട്ടാണ്. ഏത് സമയമാണോ ആ ബോധം ഉണ്ടായത് അപ്പോഴത് ഈ ദോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഇതൊക്കെ വന്നു കൂടിയത്. അതിന് സാറിന് ഒരു ഉദാഹരണം പറയും. വായനുള്ള കുളത്തിലൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ മാറുന്നു, വെള്ളത്തെ കാണാം, പിന്നെ വീണ്ടും വന്നു കൂടുന്നു. ഒരു ഉദാഹരണം മാത്രം. അതുപോലെ അവിടെ സംഭവിക്കുന്ന പോലെയാണ് എല്ലാം ഇവിടെ സംഭവിക്കുന്നതെന്നല്ല പറയുന്നു. അതുപോലെ എപ്പോഴാണോ അവന് ബോധമുണ്ടാകുന്നത് അതാണ് പറയുന്നത് സാധനാന്തരം നമ്പറിക്കും. ഈ ബോധത്തിന് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. അത് തന്നെ അതിൽ നിന്ന് തന്നെയാണ് ബോധം ഉണ്ടാകുന്നത്. പക്ഷെ എന്നാലും വീണ്ടും ഇതെല്ലാം ആവശ്യമായി വരുന്നു. അതുകൊണ്ട് പറഞ്ഞ ശരിയാണ്. എന്താണ് അജ്ഞാനം? നിരാകുറുവൻ ജ്ഞാനമേവ നസിദ്ധ്യതി. അജ്ഞാനം, സംശയവും വിപര്യം തുടങ്ങിയ അവിദ്യക്ക് ഇനി എന്തൊക്കെ വകതിരിവുകൾ നമ്മൾ പറഞ്ഞാലും ശരി, അതിനെല്ലാം നശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ ബോധം ഉണ്ടാകുന്നത്. ഇത് ശ്രവിക്കുമ്പോൾ ഓരോ നിമിഷവും അപ്പോൾ മാത്രമല്ല അന്നുണ്ടായി പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നല്ല. ഏത് സമയമാണോ ഈ തത്വത്തെ ശ്രവിക്കുന്നത് ആ സമയങ്ങളിലെല്ലാം ആ തത്വത്തെ, അജ്ഞാനത്തെ നിഷേധിച്ചുകൊണ്ടാണ് ബോധമുണ്ടാകുന്നത്. ശരിക്കും അദ്വൈതത്തിൽ പറയുന്നത് അങ്ങനെ അത്രയല്ല, പ്രതിബോധവിദിതം എന്നാണ് പറയുന്നത്. എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിൽ ഈ ബോധസ്ഫുരണം ഉണ്ടാകുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ ആത്മതത്വത്തെ സംബന്ധിച്ച് മാത്രമല്ല ലൗകികമായ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോഴും കണക്കും സയൻസും ഒക്കെ പഠിക്കുമ്പോൾ എന്നുവേണ്ട സർവ്വ വിഷയത്തിലും എന്താണ് പ്രതിബോധവിദിതമായിരിക്കുന്നത് ആണ് ഈ തത്വം. അജ്ഞേയമായിരിക്കാൻ കഴിയത്തില്ല ഈ തത്വത്തിന്. സ്വയം പ്രകാശിക്കുന്ന വസ്തുവിന് എവിടെ പോയി ഒളിഞ്ഞിരിക്കും? അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ വിശേഷിച്ച് ഇവിടെ അതിനെ സംസ്കരിക്കുന്നു, ആ ബോധത്തെ. പ്രതിബോധവിദിതമാണെങ്കിലും അത് പ്രതിബോധവിദിതമാണെന്ന് ശ്രുതി ബോധിപ്പിക്കുന്നത് വരെ ഇത് അജ്ഞാതമായിരിക്കുന്നു. അതാ ആയിരിക്കുന്നു. അങ്ങനെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതിന് അജ്ഞാതമായിരിക്കാൻ പറ്റുമല്ലോ. സുഷുപ്തിയിൽ അതല്ലേ സംഭവിക്കുന്നത്. അല്ല ഉണർന്നിട്ട് പറയുന്നത് ഒന്നും അറിഞ്ഞില്ല. അവിടെ എന്താ പറയാൻ പറ്റും? ഇത് പ്രതിബോധവിദിതമാണ്. അവിടെ പറയാൻ പറ്റുന്നത് തത്വമസിയാണ്, അഹം ബ്രഹ്മാസ്മിയാണ്. ഒരു പരിപാടിയും നടക്കത്തില്ല. അതിവിടെ വരണം. അവിടെ എന്തായിരുന്നു? അവിടെ ഒന്നും അറിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം പ്രകാശമല്ലേ? ആണ്, അത് ശരിയാ. സ്വയം പ്രകാശമാണ്, സാക്ഷാത് അപരോക്ഷമാണ്, എല്ലാം ശരിയാണ്. പക്ഷെ ഒന്നും അറിഞ്ഞില്ല. അതേ പറയാൻ പറ്റും അവിടെ.
അവിടെ പറയാൻ പറ്റുമോ പ്രതിബോധവിധമെന്ന്? സ്വയം പ്രകാശിക്കുന്നു എന്നുള്ളത് കൊണ്ട് ബോധം ഉണ്ടാവണമെന്നില്ല. ബോധം ഇവിടെ വരണം, ഇവിടെ ഗുരു വേണം, ശ്രുതി വേണം, സാധനങ്ങൾ വേണം. 2 ദിവസം മുമ്പ് മറ്റോ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതില് പ്രയത്നത്തെ നിരാകരിക്കുന്നില്ല. പ്രയത്നം കൂടിയേ തീരും. അതൊക്കെ ഇവിടെ ആവശ്യമായിട്ട് വരുന്നു. അപ്പോ ഇവിടെ ഈ ബോധം ഉണ്ടാകുന്നു. അതാണ് പറയുന്നത്. എന്താണ്? കണ്ണുള്ളവർ കാണും, ചെവിയുള്ളവർ കേൾക്കും എന്നൊക്കെ പറയുന്നതാണ്. ശിശുവിന് ദേശത്തില്ല, അങ്ങോട്ട് കയറത്തില്ല. ശിശുവിനെ സംബന്ധിച്ച് അവിടെ ശ്രുതിയും പരാജയപ്പെടും, ഗുരുവും പരാജയപ്പെടും, എല്ലാം പരാജയപ്പെടും. അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് പറയുന്നു. അവിടെ അജ്ഞാനത്തെ നിരസിച്ചുകൊണ്ട് തന്നെയാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് സമയത്ത് തുടരുന്നു ആ സമയത്തല്ല അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാ പിന്നെ ഇങ്ങനെ ഒരു തുടർച്ച സംഭവിക്കാൻ കാരണം. അത് ജീവൻ ശരീരത്തെ സ്വീകരിച്ചു, ശരീരപാദം വരെ അവൻ ശരീരബോധത്തോടു കൂടിയിരിക്കുന്നു, അങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അതെന്തിനു സംഭവിച്ചാലും പലയിടത്തും പലതരത്തിൽ പറഞ്ഞിടത്ത് പറഞ്ഞ് ഇതറിയാൻ തന്നെ സംഭവിച്ചിരിക്കുന്നു. അവിടെ ഉറങ്ങിക്കിടന്നപ്പോൾ ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല. ഉണർന്നു വന്നിതറിയാൻ വേണ്ടി. അപ്പോൾ അത് ശരീരപാദം വരെ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിൽ സംശയാദികളെല്ലാം ദൂരീകരിക്കുന്നവർ ഉണ്ടാകും, ദൂരീകരിക്കാത്തവരുണ്ടാകും. ഇത് രണ്ടും സംഭവിക്കാം. ഇത് ജാഗ്രതയിൽ വരുന്ന ഭേദം അത്രയോ. അതുകൊണ്ട് അജ്ഞാനത്തെ നിരാകരിച്ചുകൊണ്ട് തന്നെയാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് അജ്ഞാന നിരാസത്തിന് ഈ ജ്ഞാനം കൂടിയേ കഴിയൂ എന്ന് സ്വാനുഭവത്തെ മുൻനിർത്തി വ്യക്തമായി പറയുകയാണ്. കർമ്മം കഴിയത്തില്ല. അതിനൊരു യുക്തിയുടെ പറയുന്നു. ഹേതുസ്വരൂപകാരിയാണ് പ്രകാശ തമസോരിവ മിഥോ വിരോധത്തോ നാദ സംഗതർ ജ്ഞാന കർമ്മണോഹോ. അങ്ങനെ ജ്ഞാനത്തെയും ഈ പറയുന്ന ബോധത്തെയും മറ്റുള്ള കാര്യങ്ങൾ, കർമ്മം എന്ന് പറഞ്ഞാൽ ബാക്കിയല്ല, ഇതിന് രണ്ടിനോട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കരുത്. ഒരേ സമയം, ഒരേ കാലത്ത്, ഒരേ സ്ഥലത്ത് ഇതിനൊക്കെ രണ്ട് തൊഴുത്തിക്കെട്ടേണ്ട കാര്യങ്ങളാണ്. ഈ ബോധത്തിനോടുകൂടി മറ്റൊന്നിനെയും കൂട്ടിച്ചേർക്കരുത്. എപ്പോ മുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു, ഈ ബോധം മുക്തി. മറ്റുള്ളതിനൊക്കെ വേറെ സ്ഥാനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നു? ഹേതുസ്വരൂപകാരിയാണ്. ഹേതുസ്വരൂപ കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്? വളരെ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ചുരുക്കി ഇവിടെ പറയുന്നു, ജ്ഞാനസ്യ മാനം ഹേതു. വേറൊന്നുകൂടെ ഹേതുവല്ല. ഈ ബോധത്തിന് മാനം, മലയാളത്തിലെ മാനമല്ല, സംസ്കൃതത്തിലെ മാനം, പ്രമാണം, ശ്രുതി, ഉപദേശം, അത് മാത്രമാണ് ഇതിന്റെ ഹേതു. നേരത്തെ ഒരിടത്ത് പറഞ്ഞല്ലോ, മാനമേയങ്ങൾ കൂടി ചേർന്ന് ബോധത്തെ ഉണ്ടാക്കുന്നു. ജ്ഞാനസ്യ മാനം ഹേതു. അതിന്റെ സ്വരൂപം എന്താണ്? ജ്ഞാനത്തിന്റെ വസ്തുപ്രകാശകം. മാനം മേയത്തെ പ്രകാശിപ്പിക്കുന്നു.
ഈ ബോധം തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു. താൻ ആരാണെന്നുള്ള ബോധത്തെ ഉണ്ടാക്കി തരുന്നു എന്നർത്ഥം. അതാണല്ലോ അങ്ങനെ ഒരു ഉപദേശം കേട്ടപ്പോൾ ഉണ്ടായത്. അതാണല്ലോ ഞാൻ ഇന്ന് ആണോ പ്രകാശിപ്പിക്കുന്നു. അയ്യല്ല, അതൊന്നുമല്ല. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി. പക്ഷെ എന്നാലും ഈ ഷോക്ക് അടിക്കുന്ന പോലെ ഒരു ജ്ഞാനം ഇതുവരെ ഉണ്ടായില്ലല്ലോ. കറണ്ട് അടിക്കുന്ന പോലെ ജ്ഞാനം. അത് നോക്കിയിരിക്കുകയാണെങ്കിൽ അവസാനം കറണ്ട് അടിപ്പിക്കേണ്ടി വരും. കാരണം ഈ കറണ്ട് അടി പോലെയുള്ള ജ്ഞാനം നോക്കിയിരുന്ന അവസാനം ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകാതെ വരുമ്പോൾ ഒരുപാട് ഡിപ്രഷൻ വരും. അങ്ങനെ ഡിപ്രഷനൊക്കെ വരുമ്പോൾ അവസാനം കറണ്ട് അടിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞൊന്നും എനിക്ക് ജ്ഞാനമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. വേണ്ട, കുറച്ചുകൂടി ക്ഷമിക്കുക, കറണ്ട് അടിക്കുന്നത് വരെ. ഇവിടെ അതല്ല പറയുന്നത്. ജ്ഞാനം സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു. ജ്ഞാനം അത്രേ പറയുന്നുള്ളൂ. നീ ആരാണ്? ത്വം തദസി. ഇതേ പറയുന്നു. വേറെ രഹസ്യങ്ങളൊന്നും അവിടെ പറയുന്നില്ല. അതുകൊണ്ട് ജ്ഞാനം സ്വരൂപപ്രകാശകമാണ്. ഹേതു മാനം ഹേതു സ്വരൂപം വസ്തുപ്രകാശകം. കാര്യം എന്താണോ? ഈ മോഹമെല്ലാം പോകുന്നു. ഇതുവരെ കൊണ്ട് നടന്ന ജന്മങ്ങളുണ്ടെങ്കിൽ, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അദ്വൈതിക്ക്. പഴയ കുറേ ജന്മങ്ങൾ, ഈ ജന്മം തന്നെ അദ്വൈതിയെ സംബന്ധിച്ച് അധികമാണ്. പിന്നെ ഇനി എന്തിനാ പൂർവ്വജന്മങ്ങളും ഭാവി ജന്മങ്ങളും ഒക്കെ? ഇത് തന്നെ ആവശ്യത്തിൽ കൂടുതല. ഉണ്ടെങ്കിൽ എന്താണ്? ഇവിടെ അവിദ്യാധ്വസ്തി, അതാണ് അതിൻ്റെ കാര്യം. അജ്ഞാനനാശം, അതുകൊണ്ട് വരുന്നതാണ്. ബാക്കിയല്ല, അജ്ഞാനം കൊണ്ട് വരുന്നതാണ് ഈ ഒരുപാട് ജന്മങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അദ്വൈതിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് ജന്മങ്ങൾ, പിന്നെ അവിടുത്തെ പല എത്രയോ ലക്ഷത്തി എത്രയോ അധികം യോനികൾ, അവിടേക്കുള്ള ജന്മം, കോടിക്കോടി ജന്മങ്ങൾ, ഇതെല്ലാം അനന്തം, അവിഛിന്നമായ സംസാരം, ഇങ്ങനെയൊക്കെ പറയുന്നതെല്ലാം ഇതിനും കാരണമായിരിക്കുന്ന ആ അവിദ്യാധ്വസ്തി, അതാണ് ഇതിന്റെ കാരണം. അജ്ഞാനനാശമാണ് ഇതിന്റെ കാരണം. കർമ്മത്തിന്റെ ഹേതു എന്താണ്? അത് ഈ അവിദ്യാരാഗാദികൾ. അവിദ്യാരാഗാദികളാണ് ശിശുവിന്റെ കയ്യിലിരിക്കുന്നത്. അതാണ് കർമ്മത്തിന്റെ ഹേതു. സ്വരൂപം അപ്രകാശകത്വം, അതൊരിക്കലും തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നില്ല. കാര്യം ഉത്പത്യാദി, മുമ്പ് പറഞ്ഞു, കർമ്മം അതുകൊണ്ട് വരുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് രണ്ട് കാര്യമാണ്. തത്വസ്വരൂപം എന്താണ്? എന്താണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്? എന്താണ് ഇവിടെ അജ്ഞാനനാശം എന്ന് പറയുന്നത്? അത് ഇതിൽ കൂടുതലൊന്നും വിശദീകരിക്കാനില്ല. ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ ഒരു ശാസ്ത്രവുമില്ല, ഒരു ഉപദേശവുമില്ല. ഇതിന് നമ്മൾ ബോധിക്കുക എന്നുള്ളതേ ഉള്ളൂ. ശാന്തി ശാന്തി ശാന്തി.